ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ ഇഫ് ദ പോയിന്റ്സ് 1, 4, 2, 5 ആൻഡ് 4, 7 ആർ കൊളീനിയർ. നമുക്ക് നോക്കാം. നമുക്ക് ആ 3 പോയിന്റ്സുകൾ ഏതൊക്കെയാണ്? 1, 4, പിന്നെ 2, 5, പിന്നെ ഏതാണ്? 4, 7. ഈ 3 പോയിന്റ് കൊളീനിയർ ആണെങ്കിൽ 3 പോയിന്റും ഒരു ലൈനിൽ വരണം. കൊളീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പോയിന്റ്സും സെയിം ലൈനിൽ വരണം. നമുക്കറിയില്ല ഇത് 3 പോയിന്റും സെയിം ലൈനിലാണോ വരണതെന്ന് അറിയില്ല. നമ്മളത് ചെക്ക് ചെയ്യണം. ഇതെങ്ങനെയാണ് മെത്തേഡ്? 3 പോയിന്റ് കൊളീനിയർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എ ബി കാണാം, ബി സി കാണാം, എ സി കാണാം. ഇതാണ് മെത്തേഡ്. ഓക്കെ, ആദ്യം അതാണ് സ്റ്റെപ്പ് വരുന്നത്. എ ബി, ബി സി, എ സി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എ ബി കാണാൻ പോവാണ്. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫോർമുല പ്രകാരം √((x2 - x1² ചെയ്യുമ്പോൾ 2 - 1². y2 - y1² ചെയ്താൽ 5 - 4². ശരിയാണല്ലോ? ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ 2 - 1², 5 - 4². അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ √(1² 1 ആണ്, ഇവിടെയും 1² 1 ആണ്, √2. ക്ലിയർ ആയല്ലോ? എ ബി = √2 കിട്ടും. ഇവിടെ താഴെ എഴുതാം അല്ലേ? എ ബി = √2. ഇനി നമ്മൾ ബി സി കാണാൻ പോവാണ്. ഇതേപോലെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ബി സി കാണാൻ പോവാണ്. 4 - 2² പ്ലസ് 7 - 5² ചെയ്തു വരുമ്പോൾ ഇത് 2² അല്ലേ? 4, ഇവിടെയും 2² വരുന്നുണ്ട്, 4. √8 എന്ന് വേണമെങ്കിൽ എഴുതാം. ഞാൻ തൽക്കാലം 4 + 4 2 times 4. ഇപ്പോൾ a + a 2 times എന്ന് പറയുന്ന പോലെ 4 + 4 4 × 2 അഥവാ 2 × 4 എഴുതാം. ഇപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ √4 2 ആണ്. 2 √2 എന്ന് കിട്ടും. ഓരോന്നിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 4ൻ്റെ √2 ഒക്കെ കിട്ടും അല്ലേ? പിന്നെ √2 2√2 നമുക്കവിടെ എഴുതി വെക്കാം. ബി സി = 2√2. ഇനി നമ്മൾ എ സി കാണാൻ പോവാണ്. എഗെയിൻ ഡിസ്റ്റൻസ് ഫോർമുല √((x2 - x1² ചെയ്യുമ്പോൾ 4 - 1² പ്ലസ് y2 - y1² ചെയ്യുമ്പോൾ 7 - 4² = ഇത് 3² ആവും, 9. ഇതും 3² 9. 9 + 9 നമുക്ക് 2 times 9 അല്ലേ? 2 times 9 or 9 × 2. സെപ്പറേറ്റ് റൂട്ട് എടുക്കുമ്പോൾ √9 3 ആണ്, പിന്നെ √2. നമുക്കപ്പോൾ എന്ത് കിട്ടി? എ സി = 3√2 കിട്ടി. എ ബി, ബി സി, എ സി ഇത് 3 കണ്ടല്ലോ. എ ബി കണ്ടു, ബി സി കണ്ടു, എ സിയും കണ്ടു. എ ബി, ബി സി, എ സി ഇത് 3 നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെയാണ്. ഇനി എന്താണ് മെത്തേഡ്? ഈ 3 എണ്ണത്തിൽ ഏതാണ് ഗ്രേറ്റസ്റ്റ്? √2, 2√2, 3√2. 3√2 ആണ് ഗ്രേറ്റസ്റ്റ്. അത് ലെഫ്റ്റ് സൈഡിൽ എഴുതാം. മറ്റ് 2 ലെങ്ത്തുകൾ സമ്മ് റൈറ്റ് സൈഡിലും ഇടാം. സ്റ്റെപ്പ് ക്ലിയർ ആയോ? ഗ്രേറ്റസ്റ്റ് ലെങ്ത് എത്രയാണോ അത് ലെഫ്റ്റ് സൈഡിലും,
അതർ ടു മറ്റ് രണ്ടുപേരെ ലെങ്ത്തുള്ള സമ്മ് റൈറ്റ് സൈഡിൽ ഇടാം. എന്നിട്ട് ഈക്വൽ ആവുന്നുണ്ടോ ഈക്വൽ ആവുന്നില്ലേ എന്ന് ചെക്ക് ചെയ്യുക. ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ കൊളീനിയർ ആയിരിക്കും. ഇത് ഈക്വൽ തന്നെയാണ്, കാരണം റൂട്ട് ടൂവും 2 റൂട്ട് ടൂവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 റൂട്ട് 2 തന്നെയാണ്. ട്രൂ ആണ്. അതുകൊണ്ട് ദ പോയിൻറ്റ്സ് ആർ കൊളീനിയർ. ഓക്കെ.